കേരളത്തിലെ ഭരണഘടനാ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണപരമായ പ്രകടനം ചരിത്രം കുറിക്കുന്നതായാണ് പൊതുജന മനസാക്ഷി വിലയിരുത്തുന്നത്. തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിലെത്തിയ LDF സർക്കാർ വികസനവും ജനക്ഷേമവും എന്ന ഇരട്ട ദൗത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ചുവടുറപ്പിച്ചതാണ് കണ്ടത്. ആരോഗ്യമേഖലയിലെ കുതിപ്പും വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണങ്ങളും പൊതുജന സമൂഹത്തിന് നേരിട്ടുള്ള ആശ്വാസമായി മാറി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികൾ മുതൽ ലൈഫ് മിഷൻ, 10ാം ക്ലാസ്സിലും +2 പരീക്ഷയിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് പോലുള്ള ജനപ്രീതിയായ പദ്ധതികൾ വരെ LDFന്റെ ഭരണശൈലിക്ക് വ്യക്തതയും ദിശയും ഉണ്ടായിരുന്നു. സമൂഹപരമായ നന്മയ്ക്കായുള്ള ഇടപെടലുകളിലും കൃത്യതയോടും നീതിയോടെയും സർക്കാർ നിലപാട് സ്വീകരിച്ചത് ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിലേക്കാണ് നയിച്ചത്. ഉദാഹരണമായി സ്ത്രീ സുരക്ഷയ്ക്കായുള്ള കർശന നടപടികളും പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ മുൻഗണനയും എടുത്തു പറയാം. അതേസമയം ഭരണത്തിന്റെയും നയങ്ങളുടെയും പേരിൽ വിമർശനം ഉയർന്നിട്ടുമുണ്ട്. ചില പദ്ധതികളുടെ നടപ്പാക്കലിൽ തടസ്സങ്ങൾ ഉണ്ടായതും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണക്ഷമത കുറവും സർക്കാരിന് മുമ്പിൽ വെല്ലുവിളിയാവുകയാണ്. എന്നിരുന്നാലും പൊതുജനങ്ങളുടെ വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുന്ന ഭരണപരമായ പ്രതിജ്ഞ സുതാര്യതയുടെയും നിലപാടിന്റെയും പ്രതീകമായി മാറുകയാണ്. വ്യക്തമായ ദിശയും ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച നിലപാടുമാണ് LDF സർക്കാരിന്റെ വിജയത്തിന്റെ പ്രധാന പാത. ജനങ്ങൾക്കൊപ്പം ചേർന്ന് ഓരോ നയവും ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പുതിയ വഴിയിലേക്ക് നയിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലമതിക്കപ്പെടുന്നു.